രാത്രി ഫുള്ള് നല്ല മഴയാണ്, ഇടയ്ക്ക് ചാറും പെയ്യും. വീണ്ടും മഴക്കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എവിടെ എന്നെ വിളിച്ചേക്കല്ലേ, നിന്നെ എങ്ങനെ വിളിക്കുന്നു? എന്നെ അങ്ങ് വിളിച്ചേക്കല്ലേ. കുട എടുത്തോ? എടുത്തില്ലെങ്കിൽ വേണം. നിനക്ക് എന്നതിനാ കുട? ഞാൻ അവിടം വരെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ സ്കൂൾ ബസ്സിന് കയറി വരുന്നു, നിനക്കെന്തിനു കുട? എന്നിട്ടേക്കാവോ? ആ ഓടിച്ചല്ലേ ചെല്ലേ. ഞാനവിടെ ഇത് അലക്കിയിട്ട തുണിയാണ്. എനിക്ക് ഇത് നിങ്ങളൊരൊറ്റ എണ്ണം അത് എടുത്തിട്ടില്ല കണ്ടോ. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ജയ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലോ എല്ലാം അതുപോലെ തന്നെ നടക്കുന്നത്. അപ്പം ജയ ചെയ്യാഞ്ഞിട്ടാണ് ഈ സത്യം ഉറക്കാൻ വരുന്നു. അപ്പം സ്കൂളിൽ ചേട്ടാ പോക്കോളൂ. വേറെ ആരെല്ലാം ഉണ്ടോ കൊണ്ട് പോകാനായിട്ട്? പിന്നെ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ആരാറ്റാ ഞാൻ മറ്റേ ഈ ചവാപ്പിയുടെയൊക്കെ ഞാൻ കയ്യിൽ നിന്ന് എടുക്കുവാ. മതി കഴിച്ചോ? എൻ്റെ ആവശ്യമായത് ഞങ്ങൾ കയ്യിലെടുക്കും. അത് എൻ്റെ അസസ്മെൻറ്റിനൊക്കെ കാശുള്ള 400 രൂപ അത് ഞാൻ കയ്യിലാണ് എടുക്കുന്നത്. ശാംഭവിയുടെ സ്കൂളിൽ പോകണം. മിക്കവാറും ദിവസം അവർ വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും സ്കൂളിൽ പോകണം. നമുക്ക് തന്നെ ഒരു പരിപാടിക്ക് പോലും പോകാൻ പറ്റത്തില്ല. സ്ഥിരം ഇതാ പരിപാടി. സ്കൂളിലൊരാൾ പൊയ്ക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ശാംഭവിയുടെ സ്കൂൾ വരെ ഒന്ന് പോവാം. ഇന്ന് PTA മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ട്. അവളെ കൊച്ചിൻ്റെ സ്കൂളിൽ ഇളയവളുടെ അവളുണ്ട്, വീട്ടിലുണ്ട്. ഇല്ല, ഇന്ന് അവളെ കൊണ്ടുപോകുന്നില്ല. എന്നാ വെച്ചാൽ ഇങ്ങോട്ട് സ്കൂൾ ബസ്സില്ലേ, അങ്ങോട്ട് അവളെ കൊണ്ട് വരവ് പാടാ. എന്താ അവളോ? കുഴപ്പമില്ല, ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. നേരത്തെ വിടണ്ടായിരുന്നു, ഇപ്പം തന്നെ താമസിച്ചു. ഒരു 6 വയസ്സായപ്പോഴുണ്ടായിരുന്നു. ഇച്ചിരി കൂടെ ഇതായേനെ. അന്ന് നമുക്കിത് അന്നേരമൊന്നും തോന്നിയില്ല. അമ്മ വീട്ടിലാ, അച്ഛൻ്റെ അടുത്താ. ഇല്ലിപ്പോൾ ചേട്ടായുണ്ട്. അതെ, അമ്മയില്ലേ, ഇപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട്. അമ്മ വരും, ഓണമൊക്കെ ആകുമ്പോൾ വരും. സ്കൂൾ ബസ് ഇങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ട് അവളെ കൊണ്ട് വരവ് ഇങ്ങോട്ട് നടക്കില്ലാത്തത് കൊണ്ട് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. PTA മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിരുന്നു. ഇന്ന് വിനായക ചതുർത്ഥി അമ്പലം വരെ ഒന്ന് പോയിട്ട് ശാംഭവിയുടെ സ്കൂളിലോട്ട് പോകുന്നുള്ളൂ. നേരത്തെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലല്ലോ. ഇത് രാജൻ ചേട്ടൻ്റെ ചേച്ചിയില്ലേ കൊണ്ടു തന്ന
ഗണപതി ഒരുക്ക് ശാംഭവിക്ക് ഗണപതി പ്രസാദ് രാജേട്ടൻ്റെ വിമല ചേച്ചി ജോലിക്ക് പോയപ്പോൾ ഇന്ന് ജോലിക്ക് അതിലേ പോയപ്പോഴത്തേനും വിളിച്ചിട്ട് തന്നാ ശാംഭവിക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നാ ചേച്ചി നീ പറ. രാവിലെ മഴയാണല്ലോ, കാലാവസ്ഥ മാറിയല്ലോ, ന്യൂനമർദ്ദം അടുത്ത കയറി വരുന്നുണ്ടല്ലേ. ഇവിടെ നമ്മൾ ശരം സെറ്റപ്പൊക്കെ ചെയ്ത് നാരായണ ശാംഭവിയുടെ ഒക്കെ കാട് കുത്തിയ കുമാരനെ എഴുതി വന്ന ഗണപതി പ്രസാദ്. ഗണപതി ഹോമം ഞാൻ ചെയ്തില്ല, പക്ഷെ എനിക്ക് ശാംഭവിക്ക് പ്രസാദം കുമാരണം തന്നു. നാരായണൻ്റെയൊക്കെ മൂക്കുത്തിയ കുമാരൻ ശാംഭവി ഇപ്പോഴും പറയാറുണ്ടല്ലോ. ബസ്സൊക്കെ കയറി ശാംഭവിയുടെ സ്കൂളിലോട്ട് പോയേക്കാം. താമസിച്ചോ എന്നൊരു സംശയം. 9:45 ഇവിടെ എത്തണം. രാവിലെയൊക്കെ പിള്ളേരായിരിക്കും മൊത്തം. KSRTC പോകാൻ നോക്കാം. അമ്മേ ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം. മൃഗാശുപത്രി, ഇവിടുത്തെ കൃഷിഭവൻ, ഹോമിയോ ഡിസ്പെൻസറി, മൃഗാശുപത്രി എല്ലാം ഒരു കുടക്കീഴിൽ. താഴെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ശാംഭവി വരേണ്ടതായിരുന്നു, പക്ഷെ തിരിച്ചു വരവ് കൊണ്ട് എനിക്ക് പാടായതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടുവന്നില്ല. എന്നാടി കൂടും നമ്മൾ മുമ്പിട്ടിരുന്ന പ്ലാസ്റ്റിക്കിനെക്കാട്ടി കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇതെങ്കിലും ഇത് താല് വെയിലടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുണ്ടോ അതിൻ്റെ കളറ് പോയി. ഇവിടെ എല്ലാം കളറ് പോയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബലം പോയതായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് പെട്ടെന്ന് ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെക്കാട്ടി 2 ഇരട്ടി വിലയായിരുന്നു ഇതിന്. മറ്റേ നമ്മൾ നേരത്തെ മേടിച്ച പ്ലാസ്റ്റിക്കിനെക്കാട്ടി 2 ഇരട്ടിയോളം വില കൂടുതലുമായിരുന്നു. പക്ഷേ നമ്മളന്ന് ഓർത്ത് നല്ല
കണ്ട ഇപ്പോഴും ഇവിടെയൊക്കെ നല്ലതായിട്ട് കിടക്കുന്ന ആ വെയിൽ കൊണ്ട് കുറച്ച് ഭാഗമാണ് പ്രശ്നം. ഇവിടെയൊക്കെ ഇതിൻ്റെ നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ വെയിൽ കൊണ്ടിടം കണ്ടോ മൊത്തം കളർ മങ്ങിപ്പോയി, വൈറ്റായിപ്പോയി. അപ്പോൾ എന്തോ പ്രശ്നം അതിനെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തൊന്നെങ്കിൽ എന്തെങ്കിലും ഒരു വല ഇട്ട് കൊടുക്കണം, വലിയ കാര്യമായിട്ട് വെയിലടിക്കാതിരിക്കാൻ. എന്നാലും പോവും, എന്നാലും കുറച്ചും കൂടെ ഐസ് കൂട്ടിക്കെട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ. ഈ കുളം കൂടെ ഒന്ന് ശരിയാക്കിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഇതിനകത്ത് ഫുള്ള് എലികളും എന്തൊക്കെയോ ഭയങ്കര ശല്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയെടുക്കാൻ ഉള്ളൊരു സമയം ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഒന്ന് റെഡിയാക്കി വെള്ളം പിടിക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. മറ്റേ പോലെ സിമെൻറ്റ് കൊണ്ടൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇട്ടെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാമെന്നുണ്ട്. നടക്കുമെന്ന് തോന്നുന്നില്ല. വെള്ളത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പം വേനൽക്ക് വെള്ളം സ്കൂളിൽ പോയി. അടുക്കളയത് അതിലൂടെ ഇപ്പൊ 13 കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവർക്ക് അഭിമാനത്തോടുകൂടി ഇവിടെ വന്ന് പല പേരൻസും ഈ കുഞ്ഞുങ്ങളെ വന്നപ്പോൾ അവിടെ മുഖത്ത് കണ്ട സന്തോഷമാണ് ഇതിന്റെ പ്രതിഫലനമായിട്ട് നമ്മൾ കാണുക. ഈ കുട്ടികൾ ഞങ്ങൾക്ക് ജോലി കിട്ടി, വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി എന്ന് അവർ പറയുകയും ഇന്നിവിടെ വന്ന പല പേരൻസും അത് ആവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്തോഷമാണ് ഏഞ്ചൽസ് വില്ലേജിനെ സംബന്ധിച്ച് ഈ 2 + 3 5 കടകളിലേക്ക് വന്നപ്പോൾ ഉള്ളത്. കുറച്ച് ഫ്രിഡ്ജ് വെട്ടുകളും കൂടെ വന്ന് അപ്പോൾ ഈ ഭാഗം കൂടെ ചെയ്യുക. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോവാം.
ഒന്ന് കാര്യമായിട്ടുള്ള വെയിലില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരും പോവും. എന്നാ ഷേപ്പൊക്കെ മാറി പെട്ടെന്ന് വീടിൻ്റെ. ബാ നമുക്ക് ജയ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനിയൊരു എത്ര ചൂട്ടിയും കൂടെ വേണം? 3. ആ 3 10-15 എണ്ണം കൂടെ മതി. അല്ലെങ്കിൽ ഒരു 20 വേണം, അതിക്കുള്ളിൽ വേണ്ടെന്ന് തോന്നുന്നു. പണി കഴിയും. പിന്നെ പക്ഷേ ഷീറ്റ് കുറച്ച് കിട്ടാനുണ്ടോ അവിടെ? ജയമ വരട്ടെ, വന്നില്ല. മേളിലിടുന്ന കുറച്ച് ഷീറ്റ് കിട്ടാനുണ്ട്. അത് പുതിയത് മേടിക്കണമെങ്കിൽ നല്ല പൈസയാവും. അത് വേറെ കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ടതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ബാക്കി പരിപാടിയൊക്കെ നടക്കും. ഇങ്ങനെ കാറുന്നത് നമ്മളിന്ന് കുളിച്ചില്ലോടി. ഞാനോരോ പണിയായിരുന്നു, എന്നെ മറന്നും പോയി. വരട്ടല്ലേ ഇനി? അതിനെന്തിനാ കാറുന്നേ? വരും, വെയിറ്റ് ചെയ്യ്. അതോ ആ തേക്ക്. ഏത് തെങ്ങോ? തേക്ക് തേക്കറത്തില്ലേ? ഓട്ടോറിക്ഷ വരുന്നു അല്ലേ? ഇങ്ങോട്ടല്ലേ? ആ അല്ല, നിന്റെ സ്കൂളിൽ പോയതാടി ചെയ്യാ? ആ ഇങ്ങോട്ടല്ല, വേറെ ഇതിലേ പോയി ഒച്ച കേട്ടാ. ഞാൻ ഓർത്ത് ഇങ്ങോട്ടാണ്. പോകണ്ട, അതിനകത്ത് പാമ്പൊക്കെ കാണും ഒറ്റയ്ക്ക് പോയാ. ആരാ? കേട്ടോ, കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം കാണുക. വേറെ ആരോ ആണ്. ഏമയൊന്നും വന്നില്ല, വിളിച്ചു നോക്കാം. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെയാടി? എവിടം വരെ? അതെവിടെ? ഓ അവിടെ ആയതേ ഉള്ളൂ. ഓ ഇവിടെ വഴി നിൽക്കുകയായിരുന്നു. ശരി. എൻ്റെ പേര് രാജു. രാജു ഞങ്ങൾ വണ്ടി ആ തൊഴിലുറപ്പാലേ? മോനല്ലേ? മോള് ഇന്ന് പോയില്ല. ഇന്ന് പോയില്ല ഇവള്. ഇന്ന് അവിടെ വേറെ പരിപാടി എന്തൊക്കെയായിരുന്നു. താമസിക്കുന്ന എവിടെയാ അപ്പം? ആ വണ്ടിക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരുമോ? കടപ്പാ? ആ ആ ആ ആ ആ ഇപ്പം എവിടെയാ? ആ അപ്പുറത്തെ പറഞ്ഞു. ആ ഞാൻ കണ്ടായിരുന്നു. ആ ആ ആ അറിയാം. ഇത് മറ്റേ സാജൻ്റെ ആ എൻ്റെ മേലപ്പുറത്ത്. ആ നമ്മൾ കണ്ടായിരുന്നു അവിടെ. ഇത് ക്യാമറ. പോകണ്ട, നീ അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ നിന്നാൽ മതി. ഇങ്ങനെയുണ്ട് ആ ചെറുതായിട്ട് വയ്യ പോകുന്നവരൊക്കെ കാണാം അല്ലേ?
ജോലിയൊക്കെ കഴിഞ്ഞു. ജോലി അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. ഇല്ലേ? കുറച്ച് മീനൊക്കെ ഉണ്ടോ? കുറച്ചെണ്ണം കിടപ്പുണ്ട്. ഉണ്ടോ? പോയെല്ലാം മുറി കെട്ടി. എന്നെ ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെ പണിക്ക് വന്നു. അതിനൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? കാട്ടിക്കളി കളിക്ക് പോകുന്നുണ്ടോ? പോയില്ല. എല്ലാം നിർത്തി. വീഡിയോ എടുക്കാൻ പോകുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ട്. അതേ ഉള്ളൂ. ഇത് മൂത്ത മോളോ? രണ്ടാമത്തെ. മൂത്തത് അവള് +1. 2 പേരേ ഉള്ളൂ. ആ. 1 മണിയായോ സമയം? 1 മണിയോ? 2 മണി. 2:13 ആഹാ, പോകണേ. അങ്ങോട്ട് പോക്ക് നല്ല സുഖം. കയറിയോ? കുറച്ച് മീനേ ഉള്ളൂ. ഇടി ഇറങ്ങി പോകാന്ന് പറഞ്ഞില്ലേ? വേണ്ട. എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ കയറി വരുന്നുള്ളൂ. എവിടായി? അപ്പം ഞാൻ ആ വീട്ടിലെ ചേച്ചി അക്കാടെ പേര് പറഞ്ഞു, നിഷ അക്കാടെ അവിടം വരെ ആയിന്ന്. അവിടം വരെ ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് രമേ എന്നെ കാണാനുള്ള തിടുക്കം വേണമെന്ന്. ഞാൻ ചെന്നാ അപ്പോൾ പറയുകയാണ്, ഞാൻ ആ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, വരുമായിരുന്നെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് വിടാൻ ഓർത്തായിരിക്കും. പിന്നെ കയറി വന്നിട്ട് പിന്നെ ഇറങ്ങി വരണ്ടേ. ഞാനോർത്ത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ ഞാൻ കാത്തിരിക്കുവാണെന്ന്. എപ്പോഴേ അമ്മോ അടുത്ത് ശരിക്കും അടുത്ത് കേട്ടോ. ഇതാണോ ഇന്നലത്തെ യാത്രയും ഇന്നത്തെ യാത്രയും കൂടെ പറ്റുന്നില്ല. പത്തനംതിട്ടയും പിന്നെ പൊൻകുന്നം. അയ്യോ, ഒരു ദിവസം എങ്കിലും ഒന്ന് വീട്ടിലിരിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കില്ല. മിക്കവാറും നാളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസ് കാണും. അവിടെ പോയാൽ നീ പിന്നെ ജയ വരുമ്പോഴാണ് കുഴപ്പമില്ല. ജയ അങ്ങ് താഴേന്ന് വരുന്നേ ഉള്ളൂ. പട്ടി കാണാതാണോ നീ പോകുന്നത്? അതോ നീ ചെറുതായതുകൊണ്ട് ആ പട്ടി കുരയ്ക്കാത്താണോ? ആ പോയി. ചേട്ടൻ്റെ പേരെന്നാ? പേര് പറയടി. ഈ റോഡ് പണിയാൻ നേരത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പണിക്കുണ്ടായിരുന്നു. പേരെന്നാ ചേട്ടൻ്റെ? ഇവിടെ വാടി. തുറക്ക്. അതിനകത്തുണ്ട് ചെമ്പ. അങ്ങോട്ട് പോ. ആരാ വരുന്നത്? ജയമയാണോ അത്? ആണോ? പിന്നെ തലക്കെട്ട് എന്തിനാണ് അടിക്കുന്നത്? നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ല തലക്കെട്ട് അടിക്കണമെന്ന്. എന്നിട്ട് നീ അടിക്കാത്ത? അടിക്കേ വേണ്ടേ? അടിക്കടി. കണ്ടോ എന്നെ സ്നേഹം കൊണ്ട് കാത്തിരിക്കുന്ന എൻ്റെ കെട്ടിയാൻ കണ്ടോ. അപ്പോൾ അവിടുന്ന് പോയേ ഇല്ല, അവിടെ തന്നെ ഇപ്പോൾ ഞാൻ താഴെ നിന്ന് കയറി വിന്നിടം വരെ. ആശാന്തിലെ സ്കൂളിൽ വരാമല്ലേന്നോ വന്നപ്പോഴേ കൊച്ചിനല്ല അവിടെ നിൽക്കുന്നവർക്ക് തന്നാ. ഞാൻ പിന്നെ എൻ്റെ കൊച്ചിനെ പോകാൻ പറ്റില്ലല്ലോ സിസ്റ്റർ തന്നാ. കൊണ്ടുപോടി, എനിക്ക് കൊണ്ടുപോയി തടി. താടി കൊച്ചിനാ, പിള്ളേർക്കാ, പെരുന്നാൾക്കെല്ലാം ഉണ്ട് ഇതുപോലെ താടി.
ഒന്നുമില്ല. ഇതാണ് മുടി എന്തൊക്കെയോ കാണിക്കുന്നത് കണ്ടായോ ഇന്നല്ലേ? ബട്ടർഫ്ലൈ കട്ട്. മുഖത്ത് നോക്കി അങ്ങനെ തോന്നും. ബട്ടർഫ്ലൈ, ഇതാ ഒരു ബട്ടർഫ്ലൈ പോന്നു പച്ചക്കറിയുമായി. ആ തക്കാളി നീ തന്നെ കാക്കിലാണോ മേടിച്ചു? 1 കിലോ മേടിക്കാനുള്ളത് തീർന്നിരിക്കുന്നു. എൻ്റെ കയ്യിലല്ലേ പൈസ ഇപ്പം 10,000 രൂപ എടുത്ത് തന്നെ. പിന്നെ പിന്നെ അത് ഞാൻ ഇച്ചിരി പൊക്കി വെച്ചാൽ അത്രയും പൊങ്ങണ്ട, ശാലം അഡ്ജസ്റ്റ് ചെയ്യണം. അമ്പലത്തിൽ ചെന്നപ്പോ വിനായക ചതുർത്ഥിയാണല്ലോ, ഞാനാ മറ്റേ ഇത് കൊടുത്തേ മുക്കുറ്റി അത് കൊടുത്തതേ ഉള്ളൂ അവിടെ മേടിച്ചു, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കുമാരണ്ണനല്ലേ ശാമ്പമ്മയുടെ കാത് കുത്തുന്ന കുമാരണ്ണൻ ചോദിച്ചു എങ്ങോട്ട് വീട്ടിലോട്ടാണോ ചോദിച്ചു. അപ്പൊ അല്ല ഞാൻ സ്കൂളിലോട്ട് പോവാ. ആണോ വീട്ടിലോട്ടാണെങ്കിൽ പുള്ളി ചെയ്തായിരുന്നു ഗൗരി ഹോം, അതിന്റെ പ്രസാദം കൊച്ചിന് കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെ നേക്കാൻ പറഞ്ഞു. ഇവളതൊക്കെ കഴിച്ച് ഇവൾക്ക് നേരത്തെ കിട്ടി. എവിടെ കിട്ടി? ആ വിമല ചേച്ചി കൊണ്ട് കൊടുത്തു. ആ ചേച്ചി അതിനെ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്ക് വാഴയിലേക്ക് വന്നായിരുന്നോ? ഇല്ല നമ്മൾ ഓർത്താം നിങ്ങളെ പറയണ്ടായിരുന്നു മകള് സംഭവം കിട്ടി. ഏത് വള്ളി? ഏത് വള്ളാന്ന്? കൊള്ളാമല്ലോ. ഏത് വള്ളി? ഈ വള്ളി. ആ അതോ, അത് കളയണം, അതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ കളയണം. ചെരുപ്പ് കിടക്കുന്ന അതിനകത്ത് വേണ്ടാത്ത എല്ലായിടത്തും മാറ്റാൻ വേണം. വേണ്ടാത്ത ഒറ്റ ചെരുപ്പില്ല, പിന്നെ ഞാൻ എങ്ങനെ മാറ്റും? നോക്കണം ഒന്നുകൂടെ. ഇതിനകത്ത് ചെരുപ്പ് ഒരെണ്ണമുണ്ട്. കുളിക്കത്തുമില്ല, നല്ലൊരു വിനായകത്തെയായിട്ട് ഇത് കുളിച്ചിട്ട് വേണം ഓരോ പണി ചെയ്യാനായിട്ട്. പിന്നെ ഉപദേശിക്കുമല്ലോ അത് വേണം. പക്ഷേ ഇവിടെ ഒരുമാതിരി കില്ലപ്പണി ആമാര് ഇതൊക്കെ കൊണ്ടിറക്കി. ഇത് കണ്ടോ, അത് ഇന്ന് ഫ്രിഡ്ജ് പോയിട്ട് വന്നു, കുറേ പണിയുണ്ടായി. ഇരുട്ടായി പോയല്ലോ. ഇരുട്ടായപ്പം പല്ലു പോയി. ചെമ്പരത്തി പോയി കാണത്തില്ലെന്നേ ഉള്ളു ആർക്കും. ചെമ്പരത്തി അറച്ചു വെപ്പുണ്ട് പൂവ്, പക്ഷെ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ശർക്കര പുരട്ടി കഴിക്കല്ലേ പൊന്നെ, മേളിൽ നിന്നുള്ളവർക്കാണ്. ഓ ആ ആകാശത്ത് നോക്കുന്നവർക്ക്. ചെറിയ ചാറ്റമഴ. ജയൻ ചാമ്പോയി നേരത്തെ കിടന്നുറങ്ങി. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലോക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് നമ്മൾ ആമസോണിൽ നിന്നൊരു മെഷീൻ അങ്ങ് മേടിച്ച് പുതിയ, എന്നിട്ട് അത് ഫിറ്റ് ചെയ്ത്. ആ മെഷീനൊരു പ്രത്യേകതയാണ്, മറ്റേ ക്ലോക്ക് ടിക്ക് 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 എന്നടിക്കുന്ന പോലത്തെ സംഭവമല്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സൈസ് മേടിച്ച്. ഇതിനാണ്ട് 2 എണ്ണത്തിന് 300 രൂപ മറ്റോ, മറ്റേതിനാണെങ്കിൽ 150 രൂപ ആവും സാധാരണ 2 എണ്ണത്തിന്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇതാ നല്ലതെന്ന് തോന്നി, നമ്മളിത് കൂട്ട് മേടിച്ച്. ഇനി കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. മെഷീൻ മാറിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരേണ്ട കാര്യമില്ല. 1 വർഷം വാറണ്ടിയൊക്കെ ഉള്ള മെഷീനാണ്, അതൊക്കെ കണക്കായിരിക്കും.